മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം പി.വി. അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന ADGP MR അജിത്കുമാറിന്റെ മൊഴി തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ പോലീസിലെ തന്നെ ചിലരാണ്. വ്യാജരേഖ ഉണ്ടാക്കിയതിന് പിന്നിലും പോലീസിലുള്ളവരാണെന്ന് അജിത് കുമാർ വിജിലൻസിന് മൊഴി നൽകി. വിദേശ യൂട്യൂബറുടെ പരാതിയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് പി.വി. അൻവർ പറഞ്ഞു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് തന്നെ മാറ്റാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായാണ് ആരോപണങ്ങളെന്നാണ് അജിത് കുമാർ വിജിലൻസ് നൽകിയ മൊഴിയിൽ പറയുന്നത്. പി.വി. അൻവറും പോലീസിലെ ചിലരും സംഘടനാ നേതാക്കളുമാണ് ഇതിന് പിന്നിൽ. ആരോപണം ഉന്നയിച്ചവർക്ക് പോലീസുകാർ തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറിയതായും അജിത് കുമാർ ആരോപിക്കുന്നു. വിദ്വേഷ യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്കെതിരെ IT ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് പി.വി. അൻവർ തന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്രകാരം കേസെടുക്കാനാവില്ല എന്ന് നിയമോപദേശം ലഭിച്ചതോടെ അതുണ്ടായില്ല. ഇതിലുള്ള വിരോധത്തിലാണ് അൻവർ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അൻവർ നിരന്തരം പരാതികൾ ഉന്നയിച്ചതോടെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് വെച്ച് അൻവറിനെ കണ്ടതെന്ന് മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദമായ പരാതി അജിത് കുമാറിനെതിരെ നൽകുന്നതിന് മുമ്പായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് അൻവറിന്റെ വിശദീകരണം. അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ്. ഈ പറയുന്ന അജിത് കുമാർ ഇതുപോലുള്ള ഒരു ഫ്രോഡാണ് എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷമാണ് സത്യത്തിൽ ഈ റിദാൻ ബാസിൽ കേസ്, മാമി കേസ്, എയർപോർട്ട് കള്ളക്കടത്ത് കേസ്, ഇതിന്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പിന്നീട് 2 മാസത്തോളം അന്വേഷിക്കുന്നത്. അജിത് കുമാറുമായി ഞാൻ കണ്ടുമുട്ടി ഏകദേശം 2 മാസത്തിന് ശേഷമായിരിക്കാം പിന്നീട് മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഞാൻ നൽകുന്നത്. കവടിയാറിലെ വീട് തന്റെ ഭാര്യയ്ക്ക് അവരുടെ പിതാവ് നിർമ്മിച്ചു നൽകുന്നതാണ്. അതിൽ തന്റെ പണമില്ല. ഫ്ളാറ്റ് വിൽപ്പനയിലും ക്രമക്കേടില്ലെന്ന് അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.